അടിപൊളി അടിപൊളി അടിപൊളി. സോ ബാൻഡ് മേളം ഏതാണ് ടീം, ഏത് ജില്ലയെ റെപ്രസെന്റ് ആണ് വരുന്നത്? ഞങ്ങൾ ഇടുക്കി ജില്ലയെ റെപ്രസെന്റ് ചെയ്താണ് വരുന്നത്. ജയറാണി HMS തൊടുപുഴ. ഫസ്റ്റ് ടൈം ആണോ സ്റ്റേറ്റിൽ വരുന്നത്? സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആദ്യമായിട്ട് വന്നോണ്ട് ഒരു ഫിയർ ഉണ്ട്, ബട്ട് ഇപ്പൊ ഓക്കെ ആയി, കുഴപ്പമില്ല. പൊളിയല്ലേ എല്ലാവരും? ആണോ? എന്താ ഈ മത്സരം കഴിഞ്ഞോ? കഴിഞ്ഞു പൊളിച്ചടിക്കി. കുഴപ്പമില്ലാണ്ട് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. കുഴപ്പമില്ല, സൂപ്പർ ആയിരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതായത് എവിടെ നോക്കിയാലും താളം, മേളം, പാട്ട്, ഡാൻസ് ഒരേ വൈബ് അല്ലേ? തൃശ്ശൂർ പൂരത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റു പലതും കാണാം. നമുക്ക് ഈ പറഞ്ഞ ലഞ്ഞത്ര മേളമുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കലാരൂപങ്ങൾ ഒരുമിച്ച് ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിനായി ഇങ്ങനെ പുരുഷാരം ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഈ തേക്കിൻകാട് മൈതാനിലേക്ക് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പൊ ഇന്നത്തെ ഒരു കളർ പെർഫോമൻസ് എന്ന് പറയാൻ ഏതാണ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വേദികളും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാം. നിറഞ്ഞ സദസ്സിലാണ് ഓരോ മത്സര വിഭാഗങ്ങളും അരങ്ങിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അല്ലെ. ഒന്നാം വേദിയിൽ ഇന്ന് ആദ്യം നടന്നത് ഏതാണ്? ആൺകുട്ടികളുടെ കുച്ചിപ്പുടിയാണ്. അത് കഴിഞ്ഞ് രണ്ടാം വേദിയിലേക്ക് പോയി അവിടെ പരിചമുട്ട് കളിയാണ്. മൂന്നാം വേദിയിലേക്ക് പോയപ്പോൾ അവിടെ കണ്ടത് നമ്മുടെ മലപ്പുലയാട്ടമാണ്, അതായത് ഗോത്ര വിഭാഗങ്ങളുടെ കലാരൂപമാണ്. അങ്ങനെ അതെല്ലാം നിറഞ്ഞ സദസ്സിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. അതായത് ഇപ്പൊ നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുമ്പോൾ അറിയാം ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ ആളുകൾ വിചാരിക്കും, അല്ലെങ്കിൽ നമ്മളെ പേഴ്സണലി അറിയുന്നവരൊക്കെ ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് നല്ല ചൂടാണല്ലേ, ആൾക്കാർ കുറവായിരിക്കില്ല എന്ന്. ഒരിക്കലും അല്ല മക്കളെ, ഈ പൊരി വെയിലിനൊന്നിനും ഈ കലകളെ തളർത്താനാവില്ല എന്ന് പറയുന്ന പോലെ ആളുകൾ ഇങ്ങോട്ട് ഒഴുകാണ്. വേദികളെല്ലാം നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ്. ഈ നട്ടുച്ച വെയിലിൽ പോലും എല്ലാ വേദികളിലും ആളുകൾ ഒഴുകാണ് അല്ലെ. അങ്ങനെ അപ്പൊ എല്ലാവരും നോക്കുന്നുണ്ട് ഏത് ടീമാണ്, ഏത് ജില്ലയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഒറ്റ ചോദ്യം നിങ്ങളെടുത്ത്, ഇത്തവണ ഓവറോൾ കപ്പ് നേടുന്ന ജില്ല ഏതായിരിക്കും? ഇടുക്കി. അടിപൊളി, അതാണ് സ്പിരിറ്റ്, നമ്മുടെ സ്വന്തം ജില്ല. പക്ഷെ കണ്ണൂർ കൊണ്ടുപോകുന്നാണ് കണ്ണൂർ പറയുന്നത്. ഈ പ്രജിൻസി കണ്ണൻ ഈ ചോദ്യം ആവർത്തിക്കുന്നതിന് പിന്നിൽ ഒരു ഗൂഢ ലക്ഷ്യമുണ്ട്. പ്രജിൻസി കണ്ണന്റെ ജില്ലയാണ് മക്കളെ എല്ലാ ദിവസവും. തൃശ്ശൂർഗഡിയുടെ ജില്ലയിലെ ഇപ്പൊ എന്താ സ്ഥിതി? അതെ, ഞങ്ങൾ കടുത്ത മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. തൃശ്ശൂര് ഇങ്ങനെ നമ്മൾ ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്തിട്ട് ലാസ്റ്റ് നിമിഷം മുന്നേറി വരില്ലേ, അതാണ് ഞങ്ങൾ കാഴ്ചവെക്കാൻ പോകുന്നത്. കപ്പ് നിങ്ങളുടെ കയ്യിലാണെന്നല്ലെന്ന് അറിയാം, പക്ഷെ കപ്പ് ഇത്തവണ തിരിച്ചെടുക്കാൻ പോവാണ് കണ്ണൂർ. ആ പോയിന്റ് നില ഇങ്ങനെയാണ്. 122 ഇനങ്ങൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു എന്ന കാര്യം പ്രേക്ഷകർ ഓർക്കുക. ആകെ 249 ഇനങ്ങളുള്ളതിൽ 122 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ ഏത് ജില്ലയാണ് മുന്നിട്ട് നിൽക്കുന്നത്? കണ്ണൂർ ജില്ല 497 പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് കുതിപ്പ് തുടരുകയാണ്. തൊട്ടു പിന്നിൽ 493 പോയിന്റുമായി ഏത് ജില്ലയുണ്ട്? കോഴിക്കോട് ജില്ലയുണ്ട്. തൊട്ടു പിന്നിൽ ആതിഥേയർ നിലവിലെ ചാമ്പ്യൻസ് ആണ്, ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് ആണ് തൃശ്ശൂർ ജില്ല. നമ്മുടെ പൂരനഗരിയിൽ അവിടെ 491 പോയിന്റുമായി അവർ മൂന്നാം സ്ഥാനത്തുണ്ട്. പക്ഷെ ഒന്നും പറയാൻ കഴിയില്ല, കാരണം ഇനിയുമുണ്ട് 127 ഇനങ്ങൾ വേദിയിലെത്താൻ. അപ്പോൾ പോയിന്റ് നില മാറി മറിയും. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഓരോ ജില്ലകളും കാഴ്ചവെക്കുന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പോയിന്റ് നില ഇങ്ങനെ പോകുന്നു. പാലക്കാട് 481, തിരുവനന്തപുരം 473, കൊല്ലം 471, എറണാകുളം 459, മലപ്പുറം 458, കോട്ടയം 450, കാസർഗോഡ് 439, വയനാട് 436, ആലപ്പുഴ 431, പത്തനംതിട്ട 408, ഇടുക്കി എത്രയുണ്ട്? 385 പോയിന്റാണ്. പക്ഷെ കുഴപ്പമില്ല, ഇനിയും 122 ഇനങ്ങൾ എത്താനുണ്ട്. അതിലൊക്കെ എ ഗ്രേഡ് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും മുൻപന്തിയിലേക്ക് കയറി വരും. അപ്പൊ ആ കോൺഫിഡൻസ് ആണുള്ളത് അല്ലേ? യെസ്. അപ്പൊ ഇതൊക്കെയാണ് പോയിന്റിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇന്ന് എന്തൊക്കെയാണ് അരങ്ങിലെത്താനുള്ളത്? ഇനിയുമുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതായത് ഈ ചവിട്ട് നാടകമുണ്ട്. ചവിട്ട് നാടകം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെണ്ടമേളമുണ്ട്, ആൺകുട്ടികളുടെ നാടോടി നൃത്തമുണ്ട്. അതായത് നമുക്ക് ഫസ്റ്റ് ദിവസം മുതൽ പറയേണ്ട ഒരു കാര്യമുണ്ട്, ജനപ്രിയ ഐറ്റങ്ങൾ. പക്ഷെ എല്ലാം ജനപ്രിയ ഇനങ്ങളായിട്ട് മാറുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കളർഫുൾ ആവുന്ന കാഴ്ചയാണ്. ഞാൻ കണ്ടില്ലേ, കുറച്ചും കൂടെ കളറാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ചപ്പ കിട്ടി വന്നിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.